സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ സ്ട്രീറ്റ് ആർട്ട് എന്ന പേരിൽ അനിയന്ത്രിതമായി കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ മുനിസിപ്പൽ ഗ്രാമ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം. ഇതിനായി പരിഷ്കരിച്ച 14 വ്യവസ്ഥകളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ സ്വരൂപണത്തിനായി മന്ത്രാലയം ഇപ്പോൾ കരട് നിയമമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാനോ എഴുത്തുകുത്തുകൾ നടത്താനോ പ്രവിശ്യ സെക്രട്ടേറിയറ്റിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന കലാവിഷ്കരണങ്ങൾക്ക് പിഴ ചുമത്തും. ഒപ്പം കലാകാരനെ കൊണ്ടുതന്നെ അവ മായ്പിക്കുകയും ചെയ്യും. ലൈസൻസോടുകൂടി ചിത്രരചനയും മറ്റ് വരകളും നടത്തിയാൽ കെട്ടിടങ്ങൾക്കോ സർക്കാർ വസ്തുവകകൾക്കോ കേടുപാടുകൾ പറ്റിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗം അത് ചെയ്യുന്നവർ തന്നെ കണ്ടെത്തേണ്ടി വരും. സർക്കാർ കെട്ടിടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലെ സ്വകാര്യ ബിൽഡിങ്ങുകളിലോ കലാവിഷ്കരണങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച അപേക്ഷകൾ പരിശോധിക്കുന്നതിനും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനും പ്രവിശ്യ സെക്രട്ടേറിയറ്റുകൾ സ്വന്തമായി സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേക പരിപാടികളോ ഇവന്റുകളോ സംബന്ധിച്ച എഴുത്തുകുത്തുകളും മറ്റും മുൻകൂർ അനുമതിയോടെ താൽക്കാലികമായി നടത്തുന്നതിന് വിരോധമില്ല. പരിപാടി കഴിയുന്നതോടെ അത് നീക്കം ചെയ്യാനുള്ള ബാധ്യത സംഘാടകർക്കാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. ലൈസൻസ് ഇല്ലാതെ ഡിസ്കൗണ്ട് വിൽപ്പനയും മത്സരങ്ങളും സംഘടിപ്പിച്ച 44 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി നിയമപരമായ പിഴകൾ ചുമത്തുന്ന നടപടികൾ പൂർത്തിയാക്കാൻ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും ഉപഭോക്താക്കൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കാനും ഡിസ്കൗണ്ടുകൾ ഏർപ്പെടുത്താനും ലൈസൻസ് നേടണം. അത് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെന്നും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുകയും വഞ്ചനാപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാണിജ്യ പ്രവർത്തനങ്ങളെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. മത്സരങ്ങളോ ഡിസ്കൗണ്ടുകളോ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടണം. ലൈസൻസ് ഇല്ലാതെ സംഘടിപ്പിക്കുന്നത് വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനമായി കണക്കാക്കും. വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് 3 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയായി ചുമത്തും. കൂടാതെ കോടതി വിധികൾ പുറപ്പെടുവിച്ചതിനു ശേഷം നിയമലംഘകരെ സാമൂഹിക മാധ്യമത്തിൽ പരസ്യപ്പെടുത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. 94ാമത് സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി യാംബുവിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 7 വരെ യാംബു റോയൽ കമ്മീഷനിലെ വാട്ടർ ഫ്രണ്ട് പാർക്കിൽ നിന്നും യാംബു ടൗണിലുള്ള ഹെറിറ്റേജ് പാർക്ക് വരെ വിവിധ സന്നദ്ധ സംഘടനകളുടെ കൂടി സഹകരണത്തോടെ സൈക്കിൾ റാലി സംഘടിപ്പിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4:30 മുതൽ 6:30 വരെ യാംബു അൽ ബഹ്റം ഷറം ബീച്ച് ഏരിയയിലുള്ള ചെങ്കടൽ ഭാഗത്ത് സമുദ്രോത്സവമായ മറൈൻ ഷോ സംഘടിപ്പിക്കും. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഫലജുകൾ പുനഃസ്ഥാപിക്കാനും പരിപാലിക്കാനും സുപ്രധാന പദ്ധതികളുമായി അധികൃതർ രംഗത്ത്. ഗവർണറേറ്റിലെ ഗ്രാമങ്ങളിലും വിലായത്തുകളിലുമായി 65 ഫലജുകൾ പുനഃസ്ഥാപിക്കാനാണ് അഗ്രികൾച്ചറൽ വെൽത്ത് ഫിഷറീസ് വാട്ടർ റിസോഴ്സസ് ജനറൽ ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നത്. ഒമാനിലെ പുരാതന ജലസേചന സംവിധാനമാണ് ഫലജുകൾ. മന്ത്രാലയത്തിന്റെ 2024 പദ്ധതിക്ക് അനുസൃതമായി ഫലജുകൾ പുനഃസ്ഥാപിക്കുന്നതിന് കരാറുകാരുമായി 49 കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഫലജ് സംവിധാനങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഈ സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നത്. വിളകൾ നനയ്ക്കാൻ ഒമാനികൾ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഫലജുകൾ രാജ്യത്തിന്റെ കാർഷിക പൈതൃകത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പുനഃസ്ഥാപിക്കുന്നതിൽ അൽ ആദി, അൽ ഐനി, അൽ ഗൈലി എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഫലജുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് അണക്കെട്ടുകളുടെയും ഫലജുകളുടെയും സംരക്ഷണ ഭിത്തികളുടെയും വകുപ്പ് മേധാവി സലാഹ് ബിൻ സാലിം അൽ മഹജരി എടുത്തു പറഞ്ഞു. ഇതുവരെ 19 ഫലജുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. മറ്റുള്ളവയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ അൽ ബദാവി, അബു തൽക, അൽ മക്സൂം എന്നിവയാണ് പുനഃസ്ഥാപിക്കുന്ന പ്രധാന ഫലജുകളിൽ ചിലത്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക, തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുക, ശേഖരണ തടസ്സങ്ങൾ പരിപാലിക്കുക, സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുക എന്നിവയാണ് പുനർനിർമ്മാണത്തിൽ വരുന്നത്. ഫലജ് സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നതും അവയുടെ ദീർഘായുസ് ഉറപ്പാക്കുന്നതും രാജ്യത്തിന്റെ ജലസുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത സൂചിപ്പിക്കുന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ബുറൈമി ഗവർണറേറ്റിൽ നിന്നാണ് ചവയ്ക്കുന്ന 1233 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. വിപണിയിൽ നിന്നും ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പൊതുജനാരോഗ്യവും
സുരക്ഷയും ഉറപ്പാക്കാനുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. സെർബ് സീസണിന് തുടക്കമായതോടെ സഞ്ചാരികളെ സലാല സ്വാഗതം ചെയ്യുന്നു. വസന്തകാലത്തിന് പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സെർബ്. സെർബ് സീസണിനോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് അണിയറയിൽ അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 21 മുതൽ ഡിസംബർ 21 വരെയുള്ള കാലം വരെയാണ് സെർബ് സീസൺ. ഈ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള കാലാവസ്ഥയായിരിക്കും ഇവിടത്തേത്. ഖരീഫ് സീസണിന് ശേഷവും ധോഫാറിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അധികൃതർ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര കാരണങ്ങളാൽ ഇന്ത്യൻ രൂപ ശക്തമാകാൻ തുടങ്ങിയതോടെ ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് താഴ്ന്നു. വെള്ളിയാഴ്ച ഒരു റിയാലിന് 216.75 രൂപ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. ഇത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. വിനിമയ നിരക്ക് ഒരു റിയാലിന് 218 രൂപ വരെ എത്തിയ ശേഷമാണ് വെള്ളിയാഴ്ച കുറഞ്ഞ നിരക്കിലെത്തിയത്. കഴിഞ്ഞ മാസം 6-നാണ് വിനിമയ നിരക്ക് ഒരു റിയാലിന് 218 റിയാൽ എന്ന സർവകാല റെക്കോർഡിലെത്തിയത്. പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച 217.5-നും 217.8-നും ഇടയിലായിരുന്നു. ബുധനാഴ്ച വിനിമയ നിരക്ക് ഒരു റിയാലിന് 217.3-ഉം വ്യാഴാഴ്ച 217.5-ഉം എത്തുകയായിരുന്നു. ഇന്ത്യൻ രൂപ ബുധനാഴ്ച മുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഒരു ഡോളറിന് 83.48 രൂപയായിരുന്നു വെള്ളിയാഴ്ചത്തെ വിനിമയ നിരക്ക്. ഇത് കഴിഞ്ഞ ജൂലൈ 9 മുതലുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. അമേരിക്കൻ ഡോളർ ശക്തി കുറഞ്ഞതും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസികൾ ശക്തി വർദ്ധിച്ചതും ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമായിട്ടുണ്ട്. എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസിയും ശക്തി പ്രാപിച്ചു. പല കറൻസികളും 0.1% മുതൽ 1% വരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇതിൽ ജപ്പാൻ കറൻസിയും നല്ല രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഡോളർ തകർന്നതാണ് ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമായത്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ബുധനാഴ്ച പലിശ നിരക്ക് കുറച്ചുകൊണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾ ശക്തമായത്. ഇതോടെ ഡോളറിന്റെ മൂല്യം കാണിക്കുന്ന ഡോളർ ഇൻഡെക്സ് 0.2% കുറഞ്ഞ് 100.43-ലെത്തി. ഡോളർ ശക്തി കുറയാൻ തുടങ്ങിയതോടെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകുകയായിരുന്നു. ഒറ്റ ദിവസം ശതകോടി ഡോളറാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുകിയത്. ഇത് ഓഹരി വിപണിയുടെ കുതിച്ചുചാട്ടത്തിനും കാരണമാക്കി. എണ്ണവില കുറയുന്നതും ഇന്ത്യൻ രൂപയ്ക്ക് അനുകൂല ഘടകമാണ്. പെട്ടെന്ന് വിനിമയ നിരക്ക് കുത്തനെ കുറഞ്ഞത് പ്രവാസികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ഒരു റിയാലിന് 1 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ നല്ല തിരക്കിനായി കാത്തിരിക്കുന്നവരെയാണ് നിരാശപ്പെടുത്തിയത്. റിയാലിന്റെ നിരക്ക് 218 രൂപയിലെത്തിയിട്ടും കൂടുതൽ ഉയർന്ന നിരക്കിനായി പലരും കാത്തിരുന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് നിരക്ക് കുറഞ്ഞത് പലർക്കും പ്രയാസമായിട്ടുണ്ട്. വിനിമയ നിരക്ക് ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. മസ്കറ്റ് വിമാനത്താവളത്തിൽ ഫ്രീ സോൺ മേഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപ കേന്ദ്രങ്ങൾക്ക് പുതിയ മാനം നൽകുന്ന ഒരു സുപ്രധാന സംരംഭമാണിത്. മസ്കറ്റ് എയർപോർട്ട്, ഫ്രീ സോൺ, സ്പെഷ്യൽ സോൺസ് ആൻഡ് ഫ്രീ സോൺ പൊതു അതോറിറ്റിയും അസിയാദ് ഗ്രൂപ്പും തമ്മിൽ ഇത് സംബന്ധമായ കരാറിൽ ഒപ്പിട്ടിരുന്നു.